ഷിരൂരിൽ കാണാതായ മലയാളി അർജുനയിൽ നിന്ന് തെരച്ചിൽ നിർത്തി അർജുൻ ഓടിച്ച ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കി പുഴയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞുവെന്നും ലോറി കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയെന്നും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്യ പറഞ്ഞു. നാളെ രാവിലെ 8 മണിക്ക് തെരച്ചിൽ പുനരാരംഭിക്കും. വീണ്ടും കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ്, അല്പസമയം മുമ്പ് ആനന്ദ് പറഞ്ഞതുപോലെ തന്നെ നിർണായകമായ ആ ഒരു തെരച്ചിൽ വീണ്ടും നാളെ രാവിലെ 8 മണിയോടുകൂടി പുനരാരംഭിക്കുമെന്നാണ് ഈശ്വർ മാൽപ്പയും അവിടുത്തെ സ്ഥലം MLA യും അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അനുകൂല കാലാവസ്ഥ, അടിയൊഴുക്ക് കുറഞ്ഞ ഒരു സാഹചര്യം, ഇതൊക്കെയും തെരച്ചിലിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ടല്ലേ? തിരച്ചിൽ താൽക്കാലികമായി നിർത്തിയതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ആ പ്രദേശത്ത് നിരന്തരമായി പെയ്തിരുന്ന മഴയും ഒപ്പം തന്നെ ഈ പുഴയുടെ കുത്തൊഴുക്കുമായിരുന്നു. അതായത് ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന സമയത്ത് പുഴയുടെ കുത്തൊഴുക്ക് എന്ന് പറയുന്നത് 6 നോട്ടിക്കൽ മൈൽ വേഗതയിലായിരുന്നു. ഇത് തന്നെ ഏതാണ്ട് 3.5 നോട്ടിക്കൽ മൈൽ വേഗതയിൽ മാത്രമേ മനുഷ്യസാധ്യമായ രീതിയിലേക്ക് ഈ തെരച്ചിൽ പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു മുങ്ങി തെരച്ചിൽ സാധ്യമാകൂ. അതുകൊണ്ട് തന്നെ നേവി അടക്കമുള്ള സംഘത്തിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു അനുമതി ലഭിച്ചിരുന്നില്ല. അന്ന് ഈ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിക്കുന്ന കർണാടക സർക്കാർ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇത്തരത്തിൽ പുഴയുടെ കുത്തൊഴുക്ക് കുറയാതെ തെരച്ചിൽ നടക്കുന്ന ഒരു സാധ്യമല്ല. ഈ പുഴയുടെ കുത്തൊഴുക്ക് കുറയുകയും മഴ മാറി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നായിരുന്നു. എന്തായാലും ഇപ്പോൾ കാലാവസ്ഥ ഗംഗാവലി പുഴയിലടക്കം അനുകൂലമാണ്. ഈ പുഴയുടെ വേഗത എന്ന് പറയുന്നത് 2 നോട്ടിക്കൽ മൈൽ താഴേക്ക് എത്തി. ഇതോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ തിരച്ചിൽ തുടങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ അർജുന്റെ കുടുംബമടക്കം വലിയൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അതായത് ഇനിയും തിരച്ചിൽ തുടങ്ങിയില്ലെങ്കിൽ തങ്ങൾ കുടുംബസമേതം അത്തരത്തിൽ കർണാടകയിൽ പോയി പ്രതിഷേധിക്കുമെന്നുള്ള ഒരു കാര്യം അവർ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. മാത്രമല്ല, ഹൈക്കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു ഉത്തരവും ഇറക്കിയിരുന്നു. അതായത് എത്രയും പെട്ടെന്ന് തന്നെ തിരച്ചിൽ പുനരാരംഭിക്കണം, തിരച്ചിൽ പൂർത്തിയാക്കണം എന്നുള്ള ഒരു കാര്യം കർണാടക ഹൈക്കോടതിയും ആനന്ദ് പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉത്തര കന്നഡ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഒരു അനാസ്ഥ തുടരുകയാണ് എന്നുള്ള വിമർശനമാണ് അർജുൻ്റെ സഹോദരി ഭർത്താവടക്കം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. അതേസമയം തന്നെ മന്ത്രി AK ശശീന്ദ്രനും മഞ്ചേശ്വരം MLA KM അഷ്റഫ് അടക്കമുള്ളവർ വ്യക്തമാക്കിയൊരു കാര്യം, ഇത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ, കേരളത്തിൻ്റെ ഈ ഒരു ആശങ്ക ബോധ്യപ്പെടുത്താൻ കർണാടക സർക്കാരിന് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. PS ശ്രീധരൻപിള്ളയുടെയൊക്കെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് വ്യക്തമാക്കിയതും അതേ കാര്യം തന്നെയാണ്. തീർച്ചയായും ഈ തെരച്ചിൽ പുനരാരംഭിക്കും. കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ, അടിയൊഴുക്ക് കുറയുകയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തും. അതുപോലെ തന്നെയാണ് ഇന്നലെ യോഗം ചേരുകയും ഇന്ന് ഈ പരിശോധന തുടരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തല്ലേ. അതുകൊണ്ട് തന്നെ ഈ നിലവിലെ പ്രതികൂലമായ കാലാവസ്ഥ മാറിക്കഴിഞ്ഞാൽ നാളെ രാവിലെ തന്നെ ഈ തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി കഴിഞ്ഞത് അല്ലേ? തീർച്ചയായും നമുക്കറിയാം, കേരളത്തിന്റെ ഭാഗത്തു നിന്ന് കടുത്ത സമ്മർദ്ദം തന്നെ കർണാടക ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേരള സർക്കാരിന്റെയും ഈ കഴിഞ്ഞ ദിവസം ഈ അർജുന്റെ വീട് സന്ദർശിച്ച ഗോവ ഗവർണർ P ശ്രീധരൻപിള്ള സൂചിപ്പിച്ച പ്രധാന കാര്യം, ഈ കർണാടക ഗവർണറുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച നടത്തിയിരുന്നു. തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് കർണാടക ഗവർണർ തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് ഗോവ ഗവർണർ P ശ്രീധരൻപിള്ള അർജുന്റെ കുടുംബം സന്ദർശിച്ച ശേഷം വ്യക്തമാക്കിയിരുന്നത്. മാത്രമല്ല, ഈ മന്ത്രിതല സംഘം അടക്കം ഇടയ്ക്കിടെ ഇത്തരത്തിൽ കർണാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. എന്തായാലും ഈ ഒരു സമ്മർദ്ദം തീർച്ചയായിട്ടും ഒരു ഫലം കണ്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായാണ് ഇന്നലെ അത്തരത്തിൽ ഒരു ഉന്നതതല യോഗം വൈകിട്ടോട് കൂടി ചേരുന്നതും ഈ തിരച്ചിൽ ആരംഭിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും. എന്തായാലും ഇന്ന് തിരച്ചിൽ നേവി എത്തുമെന്ന് അത്തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും അതിലൊരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നേവിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു തിരച്ചിൽ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഈ മത്സ്യത്തൊഴിലാളിയും ഇത്തരത്തിൽ ഈ മുങ്ങൽ വിദഗ്ധമായ ഈശ്വർ മാൽപ്പയുടെ സംഘമാണ് ഏതാണ്ട് 4 മണിയോട് കൂടി തന്നെ ഇത്തരത്തിൽ തിരച്ചിൽ പുഴയിറങ്ങിക്കൊണ്ടുള്ള ആരംഭിച്ചത്. ആ ആദ്യഘട്ട തിരച്ചിൽ തന്നെ നിർണായകമായിട്ടുള്ള ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കിയാണ് കണ്ടെത്തിയത്. ഈ ഹൈഡ്രോളിക് ജാക്കി ഈ അർജുൻ ഉപയോഗിച്ചിരുന്ന ലോറിയുടെയാണെന്ന് ലോറി ഉടമ മനാഫ് ആദ്യഘട്ടത്തിൽ പ്രഥമ ദൃഷ്ടിയ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കാഴ്ചയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടുതൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. എങ്കിലാണ് നമുക്കത് 100% അത്തരത്തിൽ ഈ കാണാതായ ലോറിയുടെയാണെന്നുള്ള ഒരു കാര്യത്തിൽ നമുക്ക് തീർപ്പുവരുത്താൻ വേണ്ടി സാധിക്കുള്ളൂ. മാത്രമല്ല, ഓയിലേക്ക് പറഞ്ഞ മറ്റൊരു ടാങ്കറിന്റെ അവശിഷ്ടങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഇന്ന് ഈശ്വർ മാൽപ്പ ഈ പുഴയിറങ്ങിക്കൊണ്ട് മുങ്ങി എടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ലോറിയുടെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ലോറി അവിടെ ഉണ്ടാകുമെന്നുള്ള ഈ ഒരു റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിശോധനയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഇന്ന് ലഭിച്ച ഈ തരത്തിലുള്ള അവശിഷ്ടങ്ങൾ നമ്മൾ ഏതാണ്ട് വ്യക്തമാവുന്നത് പുഴയിൽ നിന്ന് ഏതാണ്ട് 140 മീറ്റർ അകലെയാണ് ഇത്തരത്തിൽ ലോറി കിടക്കുന്നതെന്ന് തന്നെയാണ്. എന്തായാലും നാളെ രാവിലെ 8 മണിയോട് കൂടി തന്നെ തിരച്ചിൽ പൂർണ്ണ തോതിൽ പുനരാരംഭിക്കുമെന്ന് കാരവാർ MLA ഹദീസയിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നാളത്തെ തിരച്ചിൽ നേവി അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു വിവരവും നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഏതാണ്ട് 1 മാസത്തിലധികമായി അർജുൻ വീട്ടിൽ നിന്ന് പോയിട്ട് ആ കുടുംബത്തിന്റെ ശ്രമങ്ങളുണ്ട്. ഇന്ന് 6:30 കൂടി തന്നെ കുടുംബം മാധ്യമങ്ങളെ കാണും എന്നിപ്പോൾ അറിയിച്ചിട്ടുണ്ട്.
എന്തായാലും ഈ ഒരു ആദ്യഘട്ട സൂചനകൾ, അതായത് ഇത്രയും തിരച്ചിലിനൊടുവിൽ ആദ്യഘട്ട ഒരു സൂചനകൾ ലഭിച്ചിരിക്കുന്നു, നിർണായകമായിട്ടുള്ള സൂചന ലഭിച്ചിരുന്നു. ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കെപി. യെസ്, അർജുൻ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഗംഗാവലി പുഴയിൽ നേവിയുടെ മംഗൽ വിദഗ്ധർ പരിശോധന നടത്തിയിരുന്നു. ഒപ്പം ഈ അടിയൊഴുക്ക് പരിശോധിക്കുന്ന നടപടിയാണ് നടന്നത്. അവിടെ കൃത്യമായ രീതിയിൽ പരിശോധന നടത്താനുള്ള സാഹചര്യം, അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് കണ്ടെത്തിയിരുന്നു. ഈ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു അവലോകന യോഗം ചേരുകയും ഇന്ന് തെരച്ചിൽ ആരംഭിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തത്. പക്ഷേ ഒരു അനിശ്ചിതത്വം രാവിലെ ഉണ്ടായിരുന്നു അല്ലേ? കാരണം തിരച്ചിൽ 9 മണിയോടുകൂടി ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഉച്ചയോടെ തന്നെ അതിങ്ങനെ നീണ്ടുപോവുകയായിരുന്നു അല്ലേ? തീർച്ചയായും ഇന്ന് രാവിലെ മുതൽ തന്നെ ഊർജിതമായിട്ടുള്ള തിരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ രാവിലെ അത്തരത്തിൽ തിരച്ചിലുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിരുന്നില്ല. എന്തായാലും ഈ കാലാവസ്ഥ വളരെ അനുകൂലമാണെന്ന് തന്നെ വേണം നമ്മൾ പറയാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പുഴയിലെ കുത്തൊഴുക്ക് ഏതാണ്ട് 2 നോട്ടിക്കൽ മൈലിലേക്ക് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അത് തന്നെയാണ് ഇന്ന് രാവിലെ ഉച്ചയോട് കൂടി തന്നെ കാർവാർ MLA സതീഷ് പറഞ്ഞതും. മഴ പെയ്യാത്ത ഒരു സാഹചര്യമുണ്ട്, മഴ വിട്ടു നിൽക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ കൂടുതൽ എളുപ്പത്തിലാക്കാനും വേഗത കൈവരിക്കാനും സാധിക്കും. നേരത്തെ എല്ലാം ഇത്തരത്തിൽ തിരച്ചിലിന്റെ പ്രധാന വെല്ലുവിളിയായി നിന്നത് മഴയും ഒപ്പം തന്നെ പുഴയിലെ കുത്തൊഴുക്കുമായിരുന്നു. ഈ തിരച്ചിൽ അവസാനിപ്പിക്കുന്ന സമയത്ത് അവിടെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും ഏതാണ്ട് 15 ദിവസത്തോളം ഇനി മഴ തന്നെയായിരിക്കും എന്നായിരുന്നു. ഒരുപക്ഷെ ആ തരത്തിൽ തന്നെയായിരുന്നു കർണാടകയിൽ മഴ കനത്തുകൊണ്ടിരുന്നത്. എന്തായാലും ഈ ഈശ്വർ മാൽപ്പെ അടക്കമുള്ള സംഘം അവസാന ഘട്ടത്തിൽ, അതായത് ഈ തിരച്ചിലിന്റെ അവസാന സമയങ്ങളിൽ വന്ന് ഈ പുഴയിലേക്ക് ഇറങ്ങിയെങ്കിലും പക്ഷെ വടം പൊട്ടി പുഴയിലേക്ക് പോകുന്ന ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് നേവി ഇദ്ദേഹത്തെ തിരിച്ച് ജീവൻ രക്ഷിക്കുന്ന സാഹചര്യങ്ങളായിരുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഈ തിരച്ചിൽ അവസാനിപ്പിച്ചത്. കാരണം മനുഷ്യസാധ്യമായ തരത്തിലേക്ക് മുങ്ങലിനെ ആ പുഴയുടെ ആ സമയത്ത്, അതായത് ഈ 2 ആഴ്ച മുന്നത്തെ ഒരു അന്തരീക്ഷം സാധ്യമല്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് താൽക്കാലികമായി നിർത്തിവെച്ചത്. പക്ഷേ ഒരു ഇടവേള നീണ്ടുപോയി എന്നുള്ള ഒരു പരാതി തീർച്ചയായിട്ടും കുടുംബത്തിനുണ്ട്, സംസ്ഥാന സർക്കാരിനുണ്ട്, അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ ഒരു സമ്മർദ്ദം തീർച്ചയായിട്ടും ശക്തമായിരുന്നു ആ കർണാടകയിൽ മേലും. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ വിധിയടക്കം അല്ലെങ്കിൽ ഹൈക്കോടതി ഉത്തരവടക്കം ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളടക്കം മുന്നോട്ട് വെച്ചിരുന്നു. തിരച്ചിൽ എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കണമെന്നുള്ള ആവശ്യം. കുടുംബം കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യവും അത്തരത്തിൽ കുടുംബം നേരിട്ട് കർണാടകയിൽ അടക്കം പോയി പ്രതിഷേധിക്കാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ്. അതായത് അർജുന്റെ ഭാര്യയും സഹോദരിയും അടക്കമുള്ള കുടുംബം എന്തായാലും ഈ തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ നിർണായകമായിട്ടുള്ള സൂചന ലഭിച്ചിരിക്കുന്നു. നാളെ പൂർവാധികം ഊർജിതമായി തന്നെ തിരച്ചിൽ തുടങ്ങുമെന്ന് കാർവാർ MLA സതീഷ് അറിയിച്ചിരിക്കുന്നു. ആനന്ദ്, ഈ ഹൈഡ്രോളിക് ജാക്കി പുഴയിൽ നിന്നും ഈശ്വർ മാൽപ്പെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലോറി അവിടെ തന്നെ ഉണ്ട് എന്നതിലുള്ള ഒരു സ്ഥിരീകരണം. ഇനി ആ ഒരു ഭാഗം കേന്ദ്രീകരിച്ച് കൊണ്ടായിരിക്കും സ്വാഭാവികമായും നാളെ തെരച്ചിൽ പുനരാരംഭിക്കുക അല്ലേ? തീർച്ചയായും അതായത് ഈ അവസാന ഘട്ടത്തിലുള്ള സൈന്യത്തിന്റെ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിൽ 4 സ്പോട്ടുകളാണ് പ്രധാനമായും കണ്ടെത്തിയിരുന്നത്. ഇതിൽ 3ാമത്തെയും 4ാമത്തെയും സ്പോട്ടിലാണ് ഇത്തരത്തിൽ ഈ ലോറി ഉണ്ടാകാമെന്നുള്ള ശക്തമായിട്ടുള്ള ഒരു സൂചന ഉണ്ടായിരുന്നത്. ഈ 2 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അവസാന ഘട്ടത്തിൽ ഈ തരത്തിൽ തിരച്ചിൽ മുന്നോട്ട് പോയിരുന്നതും. പ്രത്യേകിച്ച് ഈ പുഴയിൽ നിന്ന് ഏതാണ്ട് 130-140 മീറ്ററിന്റെയും ഇടയിലാണ് ഈ 3ഉം 4ഉം സ്പോട്ടുള്ളത്. ഈ പ്രദേശത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നും ഇത്തരത്തിൽ പരിശോധന നടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോറിയുടെ അവശിഷ്ടങ്ങൾ, ഏതാണ്ട് അവശിഷ്ടങ്ങളും അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ ഈ ലോറി ഉടമ മനാഫ് അത്തരത്തിൽ ലഭിച്ചിരിക്കുന്ന ഹൈഡ്രോളിക് ജാക്കി തന്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീരിയൽ നമ്പർ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഉറപ്പ്, വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതായത് 100% വ്യക്തത വരുത്തേണ്ടതുകൊണ്ട് അത്തരത്തിൽ ഇതേ ലോറിയുടെ ഉപകരണം തന്നെയാണിതെങ്കിൽ തീർച്ചയായിട്ടും ആ ലോറി അവിടെ തന്നെ ഉണ്ടെന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. പക്ഷേ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഒഴുക്ക്, അതായത് കഴിഞ്ഞ ദിവസങ്ങളടക്കം തെരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ ശക്തമായിട്ടുള്ള ഒഴുക്കാണ് ഇത്തരത്തിൽ ഗംഗാവലി പുഴയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോറി നേരത്തെ നിന്നിരുന്ന സ്ഥാനത്ത് നിന്ന് ഒരുപക്ഷെ ഒഴുക്കിൽ ദൂരം സ്ഥാനചലനം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെ നേവി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളൊന്നും പറയുന്നത് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന തന്നെയായിരിക്കും. അതായത് ഈ ലോറിയുടെ കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം നിർണ്ണയിക്കുക എന്ന് തന്നെയായിരിക്കും ആദ്യഘട്ടത്തിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും നേവി അടക്കമുള്ള സംഘങ്ങൾ നാളെ രാവിലെയോട് കൂടി തന്നെ പ്രദേശത്തേക്ക് എത്തും. അതായത് ഏതാണ്ട് 40-50 കിലോമീറ്റർ അകലെ മാത്രമാണ് നേവിയുടെ ആസ്ഥാനം ഈ ഗംഗാവലി പുഴയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നേവിക്ക് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ തന്നെയായിരിക്കും ആദ്യം. ഈ ലോറിയുടെ സ്ഥാനം കൃത്യത വരുത്തിയതിനു ശേഷം, സ്ഥിരീകരിച്ചതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ പുഴയിൽ ഇറങ്ങിക്കൊണ്ടുള്ള മുങ്ങൽ പരിശോധനകൾ ആരംഭിക്കുന്നത്. എന്തായാലും ഈ ഡ്രഡ്ജർ കൊണ്ടുവരണം എന്നുള്ള ഒരു ആവശ്യം, അതായത് ഈ മണ്ണ് മാറ്റുന്നതായിട്ടുള്ള ഡ്രഡ്ജർ കൊണ്ടുവരണം എന്നുള്ള ഒരു ആവശ്യം കർണാടക MLA സതീഷ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മണ്ണ്, ലോറിക്ക് മുകളിലേക്ക് മണ്ണ് വീണ് കിടക്കുകയാണെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ തൃശ്ശൂരിൽ നിന്ന് തരത്തിൽ ഡ്രഡ്ജർ എത്തിക്കാമെന്ന് കേരളം ഉറപ്പുകൊടുത്തിരുന്നു. അപ്പോൾ ആ ഡ്രഡ്ജർ എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തിക്കണം എന്നുള്ള ആവശ്യവും ഇപ്പോൾ കർണാടക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും നാളത്തെ തെരച്ചിലോട് കൂടി തന്നെ ഏതാണ്ട് ഒരു പൂർണ്ണത ഈ തെരച്ചിലിൽ
എത്താൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കെ പി അനന്ത് പറഞ്ഞതുപോലെ തന്നെ ഈ കാർവാറിൽ നിന്നാണ് ഈ നാവിക സംഘം അവിടെ എത്തേണ്ടത്. കാർവാറിൽ എല്ലാ സജ്ജമായിട്ട് എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളുമായിട്ടാണ് നാവികസേന അംഗങ്ങളുള്ളത്. അവരുടെ ഡൈവിംഗ് ടീം അടക്കമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയത്. നാളെ അനന്ത് പറഞ്ഞതുപോലെ നാളെ രാവിലെ ഈ മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്തും. റഡാർ സോണാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന. അതിനുശേഷമായിരിക്കും ഈശ്വർ മാൽപ്പയും സംഘവും അടക്കമുള്ളവർ ഈ പുഴയിലേക്ക് മുങ്ങുക അല്ലേ? ആദ്യഘട്ടത്തിൽ നേവിയുടെ റഡാർ പരിശോധന നടത്താൻ തന്നെയാണ് സാധ്യത. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോറിയുടെ സ്ഥാനം വീണ്ടും ഒരു ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതിൽ കൂടുതൽ കൃത്യത വരുത്തേണ്ടതുണ്ട്. ഈ ഒഴുക്ക് മൂലം ലോറിക്ക് നേരത്തെ നിന്നിരുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റമുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ റഡാർ പരിശോധന നേവി നടത്തുക. പിന്നീട് നേവിയുടെ സംഘം അത്തരത്തിൽ ഔദ്യോഗികമായി ഈ മുങ്ങിത്തപ്പൽ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നേവിയെ സഹായിക്കാൻ ഈശ്വർ മാൽപ്പയടക്കമുള്ള മത്സ്യത്തൊഴിലാളികളുടെ സംഘം പ്രത്യേകിച്ച് പരിചയസമ്പന്നരാണ്. അവർ ഈ ഒരു മേഖലയിൽ ഒരുപാട് ആളുകളെ ഇത്തരത്തിൽ പുറത്തിറങ്ങിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം, പ്രത്യേകിച്ച് കടൽ മത്സ്യത്തൊഴിലാളികളാണ്. അതുകൊണ്ട് കടലിലും പുഴയുമെല്ലാം ഒരുപോലെ തന്നെ അറിയുന്ന ആളുകളാണ്. ആ പ്രദേശത്തുള്ളവരാണ്. ഗംഗാവലി പുഴയെ കൃത്യമായി അറിയുന്നവരാണ്. അപ്പോൾ അവരുടെ അനുഭവ സമ്പത്തും പരിചയവും അത്തരത്തിൽ ജോലിയിലുള്ള ഒരു കാര്യക്ഷമതയും എല്ലാം നേവി ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല. അപ്പോൾ നാളെ സംയുക്തമായിട്ടുള്ള ഒരു തെരച്ചിൽ തന്നെയായിരിക്കും ഗംഗാവലി പുഴ കാത്തിരിക്കുന്നത്. നാളെത്തോടു കൂടി തന്നെ ഏതാണ്ട് ഒരു കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉണ്ടാകും. കൂടുതൽ സൂചനകൾ കൃത്യത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതാണ്ട് ഇന്നത്തെ ദിവസത്തോടു കൂടി തന്നെ അത്തരത്തിൽ ആ ഒരു നേരത്തെ ലഭിച്ച ഹൈഡ്രോളിക് മെഷീൻ, അതായത് ഹൈഡ്രോളിക് ജാക്കി ഈ ലോറികൾ എന്നുള്ള കാര്യത്തിൽ പൂർണ്ണ സ്ഥിരീകരണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കെ പി യെസ്, ആനന്ദ് പുതൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.